ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെയും രാജഭരണ കാലഘട്ടത്തിന്റെയും ഓർമ്മകൾ അവശേഷിക്കുന്ന ചിലക്കൂർ വള്ളക്കടവ് പ്രദേശം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഒരു കാലഘട്ടത്തിൽ വർക്കലയുടെ പ്രധാന വാണിജ്യ മേഖലയായിരുന്നു ചിലക്കൂർ വള്ളക്കടവ്. വർക്കല പോലീസ് സ്റ്റേഷനും പ്രധാന അഞ്ചൽ ഓഫീസുമൊക്കെ സ്ഥിതി ചെയ്തിരുന്നതും ഇവിടെയായിരുന്നു. 1902 കനാലിന് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നടപ്പാലം ഇന്നും പ്രദേശവാസികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുകൊണ്ടും കയ്യേറ്റങ്ങൾ കൊണ്ടും പാലം നിലവിൽ ബലക്ഷയത്തിലാണ്. പാലത്തിന് സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് കനാലിൽ പതിക്കാൻ കഴിയാത്ത നിലയിലാണിപ്പോൾ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും ഇത്തരത്തിൽ ഒലിച്ചുവന്ന വെള്ളം പാലത്തിനോട് ചേർന്ന വലിയ കുഴികളാണ് രൂപപ്പെട്ടത്. ഇത് നാട്ടുകാരിൽ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ചിലക്കൂർ വള്ളക്കടവിന്റെ പ്രധാനം നിലനിർത്താൻ വർക്കല നഗരസഭയും ടൂറിസം വകുപ്പും ജലസേചനം, പൊതുമരാമത്ത് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കനാലിലെ കൊച്ചുതുരപ്പും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. TS കനാലിലൂടെ ചരക്ക് നീക്കം നടത്തുന്ന കാലത്ത് വർക്കലയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ആവശ്യമായ ചരക്കുകൾ വെള്ളത്തിൽ കൊണ്ടുവന്നിറക്കുന്നതും ചിലക്കൂർ വില്ലിക്കടവിലായിരുന്നു. തൊണ്ട്, കയർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ചിലക്കൂർ വില്ലിക്കടവ്. കനാലിന് കുറുകെ വള്ളക്കടവ് ഭാഗത്ത് നടപ്പാലവും കുറച്ചുമാറി വാഹനങ്ങൾ കടന്നു പോകുന്ന പാലവും നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ട് 10 വർഷം കഴിയുമ്പോഴും ഇതുവരെ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ ഇവിടെ തുടരുകയാണ്. അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തി ചരിത്രത്തിന്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന ഈ സ്ഥലം വേണ്ട വിധത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. വിസ്മയ ന്യൂസ്, വർക്കല.